أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഉഖ്തി റംല ബിൻത്ത് ഹൈദരസിനെ കൃതജ്ഞതാപൂർവം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഈ ചോദ്യത്തിന് 6 മാസം മുമ്പ് നാം നൽകുമായിരുന്ന മറുപടി എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആവണമെന്നായിരിക്കും. ഒരു ബിൽഗേറ്റ്സ് എങ്കിലും ആവേണ്ടായിരുന്നു. മാസങ്ങൾക്കിപ്പുറത്ത് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി കാലത്ത് എഴുന്നേൽക്കാൻ ജീവൻ ഉണ്ടായാൽ മതി എന്നാണ്. എത്ര പെട്ടെന്നാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ സൂചിക മാറി മറിയുന്നത്. താങ്കൾ ഭാഗ്യവാനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാവും പലരുടെയും മറുപടി. എനിക്കതിനു മാത്രം എന്താണ് കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ല. കോവിഡ് കൂടി വന്നപ്പോൾ കയ്യിലുള്ളതെല്ലാം കടലെടുത്തു പോയി. പെടുന്നനെ ഒരു നാൾ തിരമാലയെല്ലാം തട്ടിത്തെറിപ്പിച്ചത് പോയ പോലെ. വലിയൊരു ശൂന്യതയുടെ വക്കിലാണ് മനസ്സ്. തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, കച്ചവടത്തിൽ പഴയതുപോലെ ലാഭമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, വിദ്യാഭ്യാസ മേഖല മുടങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ ജീവിതം നിശ്ചലമായ ഈ സമയത്ത് താങ്കൾ ഭാഗ്യവാനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞു പോകും. എന്താണ് കാരണം? നമ്മൾ നമ്മെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തു കൊണ്ടേയിരിക്കുന്നു. അയാൾക്ക് എത്രയാണ് കിട്ടിയത്, അത് വെച്ച് നോക്കുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന തോന്നലുണ്ടാകുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ ഭൗതിക കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ താഴെക്കിടയിലുള്ളവരിലേക്ക് നോക്കൂ, എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ ഉന്നതരിലേക്ക് നോക്കൂ. പക്ഷേ നമ്മൾ പലപ്പോഴും നേരെ മറിച്ചാണ് ആലോചിക്കാറുള്ളത് എന്ന് മാത്രം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ അളന്നു നോക്കുവാനുള്ള മാനദണ്ഡം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. സഹോദരിമാരെ, ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഏവരും തലക്കെട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിർഭയത്വം എന്ന അനുഗ്രഹം. ഇന്ന് ദൈനംദിന ജീവിതത്തില് നമ്മൾ അതിന്റെ പ്രാധാന്യം, അതിന്റെ മഹത്വം, അതിന്റെ മൂല്യം ഏറെ അറിയുന്നവരും അനുഭവിക്കുന്നവരുമാണ്. ഇൻഷാ അല്ലാഹ് വിഷയാവതരണത്തിനായി ഉഖ്തി റംല ബിൻത്ത് ഹൈദരസിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എന്റെ ശബ്ദം കേൾക്കാലോ അല്ലെ? കേൾക്കാം, അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷം തോന്നുന്നു. ഇൽമിന്റെ മജ്‌ലിസിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ കണ്ടു അല്ലെ, നിർഭയത്വം വലിയ അനുഗ്രഹമാണത്. എന്താണ് നിർഭയത്വം എന്ന് പറഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലായിട്ടില്ല. നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷെ നമ്മളത് അനുഭവിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുഭവിക്കാനുള്ള ഒരു ഇത് തരാണ്ടിരിക്കട്ടെ. കാരണം നമുക്ക് അപ്പോഴാവും നമ്മുടെ ഈമാൻ പുറത്തു വരുന്നുണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായിട്ടുള്ള ഫദ്ല് കൊണ്ട് അൽഹംദുലില്ലാഹ് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കണ്ണിന്റെ വില അറിയണമെങ്കിൽ കാഴ്ച ഇല്ലാതെ ആവണം, ആരോഗ്യത്തിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ രോഗം ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് നിർഭയത്വത്തിന്റെ കാര്യവും. നിർഭയത്വത്തിന്റെ വില അറിയണമെങ്കിൽ ഭയപ്പാടുള്ള അവസ്ഥ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൊന്നും പെടുത്താതിരിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ലോകത്ത് ചില സ്ഥലങ്ങളിൽ എന്നായിരുന്നു നേരത്തെ പറയാൻ വിചാരിച്ചു, പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലേ, നമ്മുടെ സഹോദരങ്ങൾ തന്നെ, അവിടുത്തെ ജനത ഏറെ
നിർഭയത്വം എന്താണെന്ന് അവർ അറിഞ്ഞിട്ട് പോലുമില്ല. അവർ ജനിച്ചു വീഴുന്നത് തന്നെ യുദ്ധ സാഹചര്യങ്ങളിലും അക്രമ ഭരണത്തിന്റെ കീഴിലുമാണ്. ഭയമില്ലാത്ത ഒരു ദിവസത്തിനു വേണ്ടി കൊതിക്കുന്നവർ, നിർഭയത്വത്തോട് ഉള്ള ഒരു സൂര്യോദയത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നവർ, ആകാശത്തൂടി പറന്നു പോകുന്ന വിമാനങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തങ്ങളുടെ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീഴ്ത്തുമോ എന്ന ആദിയിൽ കഴിഞ്ഞുകൂടുന്നവർ ലോകത്തെമ്പാടുമുണ്ട്. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ. അള്ളാഹു സുബ്ഹാനഹു തആല അവരെക്കാൾ അള്ളാഹുവിന് നമ്മളെ എന്താണ് ചെയ്തിട്ടുള്ളത്? നമ്മളെ ഇത്രമാത്രം അനുഗ്രഹിക്കാൻ നമ്മൾ എന്താണ് അള്ളാഹുവിന് വേണ്ടി ചെയ്തത്? സുബ്ഹാനല്ലാ. അവന്റെ അപാരമായിട്ടുള്ള ആ ഒരു ഫضല് കൊണ്ട്, കാരുണ്യം കൊണ്ടാണ് അല്ലെ നമ്മളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്. അവരുടെ അത്ര ഈമാൻ നമുക്കുണ്ടോ? മരിക്കാൻ വേണ്ടി പോകുമ്പോഴും ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകൾ, സുബ്ഹാനല്ലാ, നമ്മൾ കാണുമ്പം കൊതിച്ചു പോവുകയാണ് അല്ലെ. നമുക്ക് സുഖിച്ച് ജീവിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് സ്വർഗ്ഗമാണ്. സ്വർഗത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നിർഭയത്വത്തെ ചേർത്ത് പറയുന്ന കാണാം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂൻ ഉദ്ഖുലുഹാ ബിസലാമിൻ ആമിനീൻ എന്ന് പറയുന്ന കേക്ക്. അതായത് തീർച്ചയായിട്ടും സൂക്ഷ്മത പാലിച്ചവര് തോട്ടങ്ങളിലും അരുവികളിലുമായിരിക്കും, നിർഭയരായി ശാന്തിയോടെ അതിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവർക്ക് സ്വാഗതം ആശംസിക്കപ്പെടും. സൂറ ഹിജ്റിന്റെ 45-46 ആയത്താണ് ഞാനിപ്പം ഇവിടെ പാരായണം ചെയ്തത്. നിങ്ങൾ അതിന്റെ അപ്പുറം ഇപ്പുറക്കുള്ള ആയത്തുകൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എവിടെ ഇത് പറയുമ്പോഴും ആ ഒരു നമുക്ക് സുഖമായിട്ട് കഴിയാനുള്ള ഒരു കാര്യം പറയുമ്പോൾ ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ ആമീൻ, അതേപോലെ തന്നെ ഫി ജന്നാത്തിൻ വഅയൂൻ, എവിടെയൊക്കെ നമുക്ക് എന്താണ് സ്വർഗത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ട് ജീവിച്ചവർക്ക് തീർച്ചയായിട്ടും നിർഭയമായിട്ടുള്ള വാസസ്ഥലം, അവർക്കുള്ളത് നിർഭയമായിട്ടുള്ള വാസസ്ഥലമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തോട്ടങ്ങൾക്കും അരുവികൾക്കും ഇടയിലുള്ള സുഖമായിട്ടുള്ള സ്ഥലം. നമുക്കിതൊന്നും പറയുമ്പോൾ, നിർഭയത്വം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രയാസം മനസ്സിലാവാതെ ചില ആളുകള് ചില സംഭവങ്ങളെ വല്ലാണ്ട് ഭയപ്പെടുന്നത് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു ദുആ ഉണ്ടല്ലേ, മക്കയുടെ സമൃദ്ധിക്കായിട്ട് പ്രാർത്ഥിച്ചത് സൂറ അൽ ബക്കറയില് 126 ആയത്ത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതായത് വൈദ് ഖാല ഇബ്രാഹിമു റബ്ബി ജൽ ഹദ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ദുആ ചെയ്യാണ്, എന്റെ രക്ഷിതാവേ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്കനികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവിശ്വസിച്ചവനും ഞാൻ ആഹാരം നൽകുന്നതാണ്, പക്ഷേ അല്പകാലത്തെ ജീവിത സുഖം മാത്രമാണ് നാം അവന് നൽകുന്നത്. പിന്നീട് നരകശിക്ഷ ഏൽക്കാൻ ഞാൻ അവനെ നിർബന്ധിതനാക്കുന്നതാണ്. അവന് ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. അതായത് നമ്മൾ ഓരോ അക്രമികളും ഇവിടെ വളർന്ന് പടർന്നു പന്തലിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഭയം എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അല്ലെ. ചില സന്ദർഭങ്ങളിൽ ഭയം എന്നത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് തീരാറുണ്ട്. ചില സന്ദർഭത്തിൽ നമ്മൾ അകാരണമായിട്ട് ഭയപ്പെടാറുണ്ട്. ഭയം നമ്മളെ തന്നെ തകർക്കുന്ന രീതിയിലാവാറുണ്ട് അല്ലെ. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ആരെയാണ്, എന്തിനെയാണ്, എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ആ ഭയത്തിന്റെ ഫലങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. അതായത് നമ്മൾ എന്തിനെയാണ് പേടിക്കുന്നത്? ഇപ്പൊ നമുക്ക് അക്രമകാരികളായിട്ടുള്ള ഭരണാധികാരികളെ കാണുമ്പോൾ നമുക്ക് പേടിയാണ് അല്ലെ. ഏകദേശം ആ രീതിയിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടിരിക്കുക, വസ്ത്രം ധരിക്കാൻ പാടില്ലാണ്ടിരിക്കുക, അതേപോലെ പല പല രീതിയിലും നമ്മൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ അവരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ നാട്ടില് ഔറത്ത് മറച്ച് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സഹോദരിമാരുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതേപോലെ തന്നെ നിരവധി ഫോബിയകളുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ നിരവധി ഫോബിയകൾ. സത്യം പറഞ്ഞാൽ അതൊരു രോഗമല്ല, അതൊരു എന്താണ് അകാരണമായിട്ടുള്ള ഒരു ഭയമാണ്. ചില ആളുകൾ പൂച്ചേനെ പൂച്ചയെ കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര പേടിയാവും. ചില ചെറിയ ജീവികളെ, പാറ്റ പോലുള്ള ചെറിയ ജീവികൾ, തവളയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിക്കുന്ന ആളുകളുണ്ട്. ലോകം കണ്ട വലിയ ധീരന്മാരും മഹാന്മാരൊക്കെ ആയിട്ട് നമ്മൾ വിലയിരുത്തുന്ന നെപ്പോളിയൻ, ഹിറ്റ്ലർ, മുസോളിനി, അലക്സാണ്ടർ ചക്രവർത്തിയൊക്കെ ഇതുപോലുള്ള ഈ എന്താണ് പിന്നെ അലിറോഫോബിയ എന്നാണ് പൂച്ചേനെ പേടിക്കുന്നതിന് പറയാട്ടോ. ആ ഒരു പേടിക്ക് അവര് അടിമപ്പെട്ടിരുന്നു എന്നാ പറയുന്നത്. അനാവശ്യമായിട്ടുള്ള ഭയമാണ് അതൊക്കെ.
മനുഷ്യന്റെ അതിജീവനത്തിന് വേണ്ടി അനുയോജ്യമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഭയം. അതായത് നമുക്ക് എന്താണ് ആ ഭയം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഭയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അത് എന്തിനാണ് ഭയപ്പെടാൻ പറയുന്നത്? അത് നമ്മളോട് ഭയപ്പെടാൻ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവെ ഭയപ്പെടാം. അള്ളാഹുവെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മളിങ്ങനെ പേടിച്ച് അള്ളാഹു നമ്മളെ പിടിച്ച് തീയിലിടുമല്ലോ എന്നുള്ള ഭയമല്ല. നാളെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടണല്ലോ എന്നുള്ള ഭയം. നമ്മൾ ചെയ്തതൊക്കെ നന്മയാണോ നമ്മൾ ചെയ്തത്, നല്ലതാണോ നമ്മൾ ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്. അതിന് നന്ദിയുള്ളവരാണോ നമ്മള്? അതിന് നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ, ശുക്ർ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ഭയപ്പെടണം? നരക ശിക്ഷയെ ഭയപ്പെടണം. മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഓർത്ത് നമുക്ക് ഭയം ഉണ്ടാവണം. ഖബർ ശിക്ഷ, നമ്മുടെ ബർസഖി ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് നമുക്ക് ഭയം ഉണ്ടാവണം. അതല്ലാതെ നമ്മൾ ചില വ്യക്തികളെ ഭയപ്പെടുക, ഇതൊക്കെ എപ്പോഴാണ് ഈ വ്യക്തികളെ ഭയപ്പെടുക, നമുക്ക് ഭയപ്പെട്ടിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നതൊക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഈമാനിന്റെ കുറവ് വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടില് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് എന്താ പറയാ അക്രമങ്ങള്, അവരെ അടിച്ചമർത്തുന്നു, അവരുടെ മേലെ ബോംബിടുന്നു, അവരുടെ വീടും നാടും ഒക്കെ തകർത്ത് തരിപ്പണാക്കുന്നു, കുഞ്ഞു കുട്ടികള്, സ്ത്രീകള്. അപ്പൊ ഇവരൊക്കെ എന്താണ്, ഇവർക്കൊക്കെ ഈമാൻ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ, ഏറ്റവും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നവനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമാത്രം പരീക്ഷണങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഭൂമിയിലെ നിർഭയ സ്ഥാനമാണ് അല്ലെ കബാലയം. അവിടെ പ്രവേശിക്കുന്ന ആരാണ് അവിടെ പ്രവേശിക്കുന്നതെങ്കിൽ അവര് നിർഭയരായിരിക്കും എന്നാണ് പറയുന്നത്. അവിടെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ പഠിച്ചപ്പോ കണ്ടായിരുന്നു, ചില ആളുകളെ ആരുടെങ്കിലും മുതൽ അപഹരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തവര് കബാലയത്തിന് ചുറ്റും ആ ഒരു ത്വാഫ് ചെയ്യുന്ന ഭാഗത്തൊക്കെ കയറി നിൽക്കുന്നു. അപ്പൊ പിന്നെ മറ്റവരെന്താണ്, ശത്രുക്കൾക്ക് അവരെ തൊടാൻ പറ്റൂല, അവരങ്ങോട്ട് പോവില്ല, അവിടെ പോയിട്ട് ഒന്നും ചെയ്യൂല. അതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു ദുആയുടെ പ്രതിഫലമാണ് കേട്ടോ. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് നിർഭയമായിട്ട് ജീവിതം ഉപജീവന മാർഗം തേടാൻ കഴിയണം. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും മറ്റു നിർഭയത്വം ലഭിക്കണം. വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്ന കാര്യത്തിൽ നിർഭയത്വം ഉണ്ടാകണം. അതായത് നമുക്ക് എന്താണ്, ഒന്നിനെ പേടിക്കാതെ നമുക്ക് നമ്മുടെ ജീവിത മാർഗം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കണം. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന്, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിലൊന്നും അല്ലല്ലേ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത്. നമ്മുടെ വിശ്വാസം അടിയുറക്കുന്നതിന്റെ പേരിൽ, നമ്മൾ ആ ഒരു സത്യത്തിന്റെ വെളിച്ചവുമായിട്ട് വരുന്നതിന്റെ പേരിലാണ് ശരിക്കും നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ, ഏത് മതത്തിൻ്റെതായിക്കോട്ടെ, അവരുടെ വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കാനും അത് സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ശരിക്കും നമുക്ക് നിർഭയത്വം എന്ന് പറയാൻ പറ്റുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. ശാന്തി സമാധാനം നിറഞ്ഞിട്ടുള്ള കുടുംബ അന്തരീക്ഷം ഉണ്ടാവണം. ഉബൈദുല്ലാഹി ഇബ്നു മിസ്ആൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തന്റെ താമസ സ്ഥലത്ത് നിർഭയനായും ശരീരത്തിൽ ആരോഗ്യത്തോടെയും അന്നത്തെ ദിവസം തിന്നാനുള്ള ഭക്ഷണം കയ്യിലുള്ള നിലയിലുമാണ് നിങ്ങളിൽ ഒരാൾക്ക് നേരം പുലരുന്നതെങ്കിൽ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ. അതായത് നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപാട് സമ്പത്തുള്ള ആളല്ല, സന്താനങ്ങൾ ഒരുപാടുള്ള ആളല്ല, ഹിദായത്ത് ലഭിച്ചവനും ഭയമില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നവനുമാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നുള്ളത്. ശരിക്കും ഭയമില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല എപ്പോഴാണ്, ഈ നമ്മുടെ ഈ ഉമ്മത്തിലെ ഈ ഒരു സമുദായത്തിലെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആളുകള് മറ്റെല്ലാവരെയും കവച്ചു വെക്കുന്ന രീതിയിൽ, അല്ല മറ്റെല്ലാവരെയും മറികടക്കുന്ന രീതിയിൽ അവരുടെ ഈമാനിന്റെ അവസ്ഥ, അവരുടെ വിശ്വാസത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവര് ഏറ്റവും എന്താ പറയാ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവരുടെ വിശ്വാസം നിലനിന്നിരുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജനങ്ങളെയും രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി നൽകി. ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അവർ വിജയിച്ചടക്കി. പരിപൂർണ നിർഭയത്വവും സമ്പൂർണമായ അധീശത്വവും ലഭിച്ചു. അത് അള്ളാഹുവിന്റെ അത്ഭുതകരമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഈ പറഞ്ഞ കാര്യം, അതായത് ഈ ഉമ്മത്തിലെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ മറ്റെല്ലാവരെയും കവച്ചു വെക്കുന്ന രീതിയിൽ അള്ളാഹുവിനെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജനങ്ങളെയും രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി നൽകി. സുബ്ഹാനല്ലാഹ്.
അവര് രാജാധികാരികളായി മാറി, അവർ ഏറ്റവും നല്ല ഭരണകർത്താക്കളായി മാറി, അവരുടെ കീഴിൽ ഭരിക്കപ്പെടുന്നവർ ഏറ്റവും സന്തോഷമുള്ളവരായിട്ട് മാറി, ഭയമില്ലാത്തവരായിട്ട് മാറി. സുബ്ഹാനല്ലാഹ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ത്യനാൾ വരെ ഇതുപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളിൽ, അതായത് നമ്മളിൽ അള്ളാഹുവിലുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങളും ശരിയാകുന്ന സമയമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ നൽകിയ ഈ വാഗ്ദാനം അള്ളാഹു ഇങ്ങനെ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഭയമില്ലാത്ത അവസ്ഥ തരാ, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാ, നിങ്ങൾക്ക് സമ്പൂർണമായിട്ടുള്ള അതീശത്വം തരാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ജീവിക്കാൻ പറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? ആ ഒരു വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവിനെ നിഷേധിച്ചവർക്കും കപട വിശ്വാസികൾക്കും മുസ്ലിങ്ങളുടെ മേലെ അധികാരം ലഭിക്കുകയും ചില സമയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് വിജയം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിലും മുസ്ലിങ്ങൾ വരുത്തുന്ന വീഴ്ച തന്നെയാണ്. അതുകൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അപ്പോഴും ഞാൻ വീണ്ടും പറയുവാണ്, അപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും അതാണ് കാരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും ഈമാനുള്ള ആളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ മരിക്കാൻ പോകുമ്പോൾ പോലും കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കുന്നവരെ നമ്മൾ കണ്ടു. കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടു അല്ലെ, ബിൽഡിങ്ങിന് ഇടയിൽ പെട്ടിട്ട് ആള് മരിക്കുമ്പോ ആ മകൻ മരിക്കുമ്പോ പിതാവ് ഇവിടെ നിന്നുകൊണ്ട് കലിമ ചൊല്ലിക്കൊടുക്കുന്നു നമ്മൾ കേട്ടു അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അല്ലെ? നമ്മളവിടെ വെപ്രാളം കൊണ്ട് വീണ് പോയിട്ടുണ്ടാവും, നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ബോധരഹിതനായിട്ട് വീണിട്ടുണ്ടാവും. പക്ഷേ ആ പിതാവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയ സ്ഥൈര്യം നൽകുകയാണ്. കാരണം അള്ളാഹുവിൽ റുജുവായ അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകുകയാണ്? ഹൃദയത്തിൽ ധൈര്യം നൽകുകയാണ്. അപ്പൊ തന്റെ മകന്റെ മരണം പോലും അതിനെ അംഗീകരിച്ചുകൊണ്ട് അവനക്ക് നാളെ ഇവിടെയല്ല, ഈ അല്പസമയം ജീവിക്കുന്ന ദുനിയാവല്ല, നാളെ ശാശ്വതമായിട്ടുള്ള സുഖ സൗകര്യങ്ങളിലേക്ക് എന്റെ മകൻ യാത്രയാവാണ്, അവന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് മനസ്സിലാക്കിയ പിതാവ് എന്ത് ചെയ്യാണ്? താഴെ നിന്നിട്ട് അവന് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? അപ്പൊ ഈ ഒരു നിർഭയത്വം എങ്ങനെയാണ് കിട്ടുന്നത്? അത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കിട്ടുക അല്ലെ. നിർഭയത്വം എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക, ഭയമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ഇപ്പൊ ഇത് പറയേണ്ട ഒരു സന്ദർഭമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ ഈമാനെ പുതുക്കണ്ടേ, നമ്മുടെ ഈമാൻ നമ്മൾ ബലമുള്ളതാക്കണ്ടേ, ശക്തി ഉള്ളതാക്കണ്ടേ, കരുത്ത് പകരണ്ടേ. എങ്ങനെയാണ് ഈമാനെ ബലപ്പെടുത്തുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഈമാൻ എങ്ങനെയാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്? നമുക്ക് എവിടെങ്കിലും കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കാൻ പറ്റിയ സംഭവമാണോ അത്? അല്ല അല്ലെ. അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം, അള്ളാഹുവിനോടുള്ള നമ്മുടെ ശുക്ർ, നമുക്ക് കിട്ടിയ ഓരോ നിഅമത്തുകളിലും നമ്മള് അള്ളാഹുവിനെ ഇങ്ങനെ ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുക അല്ലെ, ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ അള്ളാഹിന് ചോദിക്കും. അള്ളാഹു എനിക്ക് അത് വേണം ഇത് വേണം, ഓരോ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമുക്ക് എങ്ങനെ തരും? നമുക്കത് തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ കിട്ടുമ്പോ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അത് അയാൾ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നു എന്നുള്ളിടത്തേക്ക് നമ്മൾ മാറും. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചതിന്റെ ഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അള്ളാഹു നേരിട്ടിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരില്ല അല്ലെ. ഏതെങ്കിലും വ്യക്തി വഴിയാണ് നമുക്കെല്ലാം കിട്ടുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിലാവും നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ എപ്പോഴോ ചോദിച്ചതിന്റെ ഫലമായിട്ടായിരിക്കും സുബ്ഹാനല്ലാഹ് ഇതുപോലുള്ള മജ്‌ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയിട്ടുണ്ടാവുക. നമ്മൾ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടാവും, അള്ളാഹുവേ നാഫിയായിട്ടുള്ള ഇൽമ പ്രദാനം ചെയ്യണേ റബ്ബേ. എന്താണ് നാഫിയായ ഇൽമ പ്രദാനം ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ പ്രദാനം ചെയ്യണേ റബ്ബേ. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ റബ്ബേ. നൽകിയ ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ഈമാന് നല്ല എന്താണ് കരുത്തുള്ള പവർഫുൾ ആയിട്ടുള്ള ഈമാൻ തരണേ അല്ലാ. ഏത് പ്രതിസന്ധിയിലും തളരാത്ത ഈമാൻ ആക്കണേ റബ്ബേ. ഇതൊക്കെ നമ്മൾ കേട്ട് പഠിച്ചത് ഇങ്ങനെ പാരായണം ചെയ്യായിരിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഇത് കേട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സീരിയസ് ആയി എടുത്തുകൊണ്ടാണ് നമ്മള് ഓരോ ഇൽമിന്റെ മജ്‌ലിസിൽ എത്തിച്ചേരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്ത് വേണം? സദാസമയം നമുക്ക് നിർഭയത്വം ലഭിച്ചു, നമുക്ക് ഈമാന് കിട്ടി, നമുക്ക് ഹിദായത്ത് ലഭിച്ചെങ്കിൽ നമ്മള് എല്ലാ സമയം അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും വേണം. നിർഭയത്വം ലഭിക്കുന്നതിനായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം.
അല്ലെ? നമ്മളിങ്ങനെ രാവിലെ വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കാറില്ലേ? രാവിലെ വൈകുന്നേരം നമ്മളിങ്ങനെ ദുആ ചെയ്യാറുണ്ട് അല്ലേ? ആ ദുആയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ അള്ളാഹിനോട് ആ ദുആയിൽ ശരിക്കും നമ്മൾ പറയുന്നുണ്ട് ട്ടോ. രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്കറിയില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ദുആ ഉണ്ടല്ലോ. അതിൽ നമ്മൾ ഇങ്ങനെ പറയണില്ലേ? വാഹ്ലി വമാലി അല്ലാഹുമ്മ അൻഷുർ ഔറാത്തി വആമിൻ റവാഅത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയണില്ലേ? അല്ലാഹുവേ എനിക്ക് നീ നിർഭയത്വം നൽകണേ എന്നൊക്കെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ആ ഒരു നിർഭയത്വമാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മളിത് അറിഞ്ഞിട്ട് ചോദിക്കൊന്നുമല്ലല്ലേ? നമ്മൾ ചൊല്ലുന്ന ഓരോ ദുആയുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ കേട്ട് കേട്ട് പഠിച്ച രാവിലെ വൈകുന്നേരം കുറെ ദുആ ചൊല്ലാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചൊല്ലുമായിരിക്കും. അല്ലാണ്ട് ഇതിന്റെ മീനിങ് ഒന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടാവില്ല നമ്മളിത് ഇങ്ങനെ ചൊല്ലുന്നുണ്ടാവുക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, എന്റെ അടിമ ചോദിച്ചതല്ലേ എന്ന് കരുതിയിട്ടാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു നിർഭയത്വം തരുന്നതൊക്കെ. ആ ഏത് തരത്തിലുള്ള നിർഭയത്വമാണ് ശരിക്കും നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ടത്? അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുശ്രിക്കുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെല്ലാം രീതിയിലാണ് പ്രയാസപ്പെടുത്തിയതല്ലേ? അവർ ഉപരോധം ഏർപ്പെടുത്തി, അവർ കൊല്ലാൻ വന്നു, അവർ കല്ലെറിഞ്ഞു ഓടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും നമുക്കറിയാലേ, ആ ഒരു 13 വർഷക്കാലം നുബൂവത്ത് ലഭിച്ചിട്ടുള്ള ആ ഒരു 13 വർഷക്കാലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിക്കും അവിടെ നൽകിയത് ഈമാൻ ഇങ്ങനെ ഉറപ്പിക്കായിരുന്നു, ഊട്ടി ഉറപ്പിക്കായിരുന്നു ചെയ്തത്. ആ ഈമാൻ കിട്ടിയത് കൊണ്ടുള്ള നിർഭയത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിക്കുന്നത് നമ്മൾ കാണുന്നത്. ആ സത്യത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേരിപ്പിച്ചതും എന്താണ്? ആ ഒരു നിർഭയത്വം തന്നെയാണ്. കാരണം എന്താണ്? ആരോരും ഇല്ലാത്ത ഒരാള് പോലും വിശ്വാസി അല്ലാത്തടത്തേക്കാണ് അള്ളാഹു ആണ് റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്ക് ദുആ ചെയ്യാൻ, നമുക്ക് വിളിക്കാൻ, നമുക്ക് ചോദിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് റുജു ആവാൻ, നമുക്ക് തവക്കുൽ ചെയ്യാൻ ആകെ ഒരേ ഒരു റബ്ബ് മാത്രമാണെന്ന തൗഹീദുമായിട്ട് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടാണ് വന്നത്? ലാത്ത, ഉസ്സ, മനാത്ത, അത് ഇത് ഇനി വേണ്ട 300-ലധികം വരുന്ന ബിംബങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മക്കാ മുശ്രിക്കുകൾക്കിടയിലേക്ക് വരുന്നത് ആ ഒരു ഈമാനുമായിട്ടാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒരിക്കല് അബൂ ത്വാലിബ് പറയുന്നുണ്ട്, എനിക്കിനി വയ്യ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം, കാരണം ഞാൻ വയോവൃദ്ധനായി, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടുച്ച നേരാണ്, വെയിലാണ്. അവിടുന്ന് പറയാണ്, എനിക്ക് എന്റെ ഒരു കയ്യിൽ സൂര്യനും മറ്റേ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും ശരി, ഒന്നുകിൽ ഞാൻ ഈ വഴിയിൽ വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വഴിയിൽ മരിച്ചു വീഴും എന്ന് പറഞ്ഞുകൊണ്ട് യാ അമ്മി എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു സീനുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ ഒരു വെയിലത്തേക്ക് ഇറങ്ങിയ ആ കണ്ണ് കാണാതെ നിറഞ്ഞ കണ്ണുമായിട്ട് ഇറങ്ങി പോകുന്നതൊക്കെ എന്താണ്? അള്ളാഹുവിലുള്ള ആ അടിയുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം നൽകിയ നിർഭയത്വമാണ്. നമുക്കറിയാലേ, സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ഒന്നുമില്ല, പുറകിൽ ശത്രുക്കളാണ്, ഫിറഔനും കൂട്ടരുമാണ്. മുന്നിലാണെങ്കിലോ അറ്റല്ലാത്ത കടലാണ്. ആ കടലിലേക്ക് നടന്നടുക്കുന്നത് എങ്ങനെയാണ് ആ നിർഭയത്വം ഉണ്ടാവുന്നത്? അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം നൽകിയ നിർഭയത്വം തന്നെയാണ് പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കടലിലേക്ക് ഇറങ്ങി നടക്കാൻ പ്രേരിപ്പിച്ചത്. കിലോമീറ്ററുകളോളം ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾ പോലും തീക്കുണ്ടാരത്തിലേക്ക് ചൂടേറ്റിട്ട് ചിറകറ്റ് വീണ് പോകുന്ന അതേ തീയിലേക്ക് തന്നെ എടുത്തെറിയുമെന്ന് ഉറപ്പായപ്പോഴും ആ തൗഹീദിൽ ഉറച്ചു നിന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്മൾ കണ്ടു അല്ലെ? ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന നമ്മുടെ ആദർശ പിതാവ് ഖലീലുല്ലാഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ച പ്രവാചകൻ, സുബ്ഹാനല്ലാഹ്, അവരെ നിലനിർത്തിയ ആ നിർഭയത്വം എന്താണ്? ആ ഭയമില്ലായ്മ എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസാണ്. നമുക്കറിയാം, ഫിറഔനിന്റെ ഭാര്യ ആസിയ ബീവി അല്ലെ, കൊന്നു കളയുമെന്ന് ഉറപ്പായി. അവര് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് തരീമിന്റെ 11-ാമത്തെ ആയത്തിലെങ്ങാനുമാണ് ഫിറൌന്റെ അവര് അള്ളാഹു സുബ്ഹാനഹു വ തആല ആസിയ ബീവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇമ്രത്ത് ഫിറൌന് ഇത് ഖാലത്ത് റബ്ബി ഇബ്നി ഇൻദക ബൈതൻ
ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹ്. എനിക്ക് റബ്ബേ നിന്റെ സ്വർഗത്തില് നിന്റെ അർശിനടുത്ത് എനിക്ക് ഒരു വീട് തരണേന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ ചോദിക്കാൻ, അതായത് എനിക്ക് എന്റെ ജീവൻ കിട്ടണേന്നല്ല പറയണത്. ഇതെന്താണ്? ഇത് തൽക്കാലുള്ള ജീവിതാണല്ലേ. ഇവിടെ നമുക്ക് എന്ത് വേണ്ട? ഇവിടെ നമുക്ക് അത്രയ്ക്ക് ജീവിച്ചാ മതി. പക്ഷെ നാളെ അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈമാന് ഉറച്ചതായിരിക്കണം. അതേപോലെ തന്നെ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ലാത്തയുടെ പേര്, ഉസയുടെ പേരൊക്കെ പറയാൻ വേണ്ടി പറയണേ. ലാത്ത, മനാത്ത, ഇതിന്റെയൊക്കെ പേര് വിളിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത്, അതേപോലെ തന്നെ നീ പറയുന്ന മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളി പറയണം, എങ്കിലേ നിന്നെ രക്ഷിക്കുള്ളൂ, അല്ലെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് കൊന്നു കളയുമെന്ന് പറഞ്ഞപ്പം സയ്യിദുൽ മുഅദ്ദിനാണ് അല്ലെ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനമാനങ്ങൾ സുബ്ഹാനല്ലാഹ്. ആകെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? അഹദ് അഹദ് അഹദ്, ഇത് മാത്രമാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടായിരുന്നു അന്ന് അഹദ് അഹദ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ റബ്ബിനെ കുറിച്ച് അത് മാത്രമാണ് അറിയുള്ളൂ. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളും ഇത് തന്നെയല്ലേ പിന്തുടരുന്നത്, നമ്മളും ഇത് തന്നെയല്ലേ കേൾക്കുന്നത്, നമ്മളും ഇത് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈമാൻ എവിടെ നിൽക്കുന്നത്? ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുക, നമ്മുടെ ഈമാൻ എവിടെയാണ് നിൽക്കുന്നത്? ആ ഒരു നാഥൻ നൽകിയ വിശ്വാസത്തിൽ ഊന്നിയ ഒരു നിർഭയത്വം നമുക്കും വേണ്ടേ? നമുക്കും കിട്ടണ്ട. അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ചരിത്രം എടുത്തു നോക്കിയാല്, എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ കടന്നു പോയതല്ലേ. ഓരോരുത്തരും ഏതെല്ലാം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. എന്നിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ഈമാൻ എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയോ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണും കുഞ്ഞു മക്കള് അല്ലെ, എത്ര ചെറിയ ചെറിയ കുട്ടികള് വെള്ളം കിട്ടാതെയും മുലപ്പാല് കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ഒക്കെ അവര് മരിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവുള്ളവർക്ക്. മൗത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത്ര. അപ്പൊ ഭ്രാന്തമായിട്ടുള്ള വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നമ്മുടെ എന്താ പറയുക, ഇരുട്ടിന്റെ അനുയായികൾ എന്ന് പറയണവരെ, ഭ്രാന്തമായ വിശ്വാസമാണത്. ഇങ്ങനെയും ആളുകൾ മരിച്ചു വീഴുന്ന സമയത്തും ഇങ്ങനെ പറയുന്നത് ഭ്രാന്തമായ വിശ്വാസം. ഒരിക്കലുമല്ല. അള്ളാഹുവിലുള്ള എല്ലാത്തിനേക്കാളും മുകളിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ഇരിക്കുന്നത് കൊണ്ടാണത്. അള്ളാഹു ആണ് സകലതും നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യം മനസ്സിൽ വന്നു കഴിഞ്ഞാല് പിന്നെ അവനേക്കാളും നിർഭയത്വമുള്ളവനായിട്ട് നമുക്ക് ഒരാളെയും കാണാൻ പറ്റുള്ളൂ. അവന്റെ ഹൃദയത്തിൽ എന്റെ റബ്ബാണ് എല്ലാം, അള്ളാഹുവിൽ നിന്നാണ് എല്ലാം എന്ന് പറഞ്ഞാല് അത് മനസ്സിലാക്കി, അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി, ചെവി കൊണ്ട് കേൾക്കുന്നവനും നാവ് കൊണ്ട് പറയുന്നവനും അല്ല. അങ്ങനെ പറയും കേൾക്കുകയും ചെയ്യുന്നവരുണ്ടല്ലേ ഇന്നത്തെ കാലഘട്ടത്തില്. നമ്മളടക്കം വരുന്നവര് ചിലപ്പോ ഉണ്ടാവും, പലതും കേൾക്കുന്നുണ്ടാവും. എത്ര ക്ലാസ്സുകളാണല്ലേ നമ്മൾ കേൾക്കുന്നത്. ഓരോ ദിവസം ഓരോ തസ്കിയ ക്ലാസ്സുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ മാറ്റം വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇതിലൊക്കെ നമുക്ക് മാറ്റം വരുന്നുണ്ട് നമ്മൾ എങ്ങനെ മനസ്സിലാവുക? എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ക്ലാസ് ഒക്കെ കേട്ട് മനസ്സിലാക്കി, എനിക്കിതിൽ ഞാൻ കുറേ ക്ലാസ് കേട്ടതുകൊണ്ട് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമ്മുടെ നിലവിലുണ്ടായിരുന്ന സ്വഭാവം എന്താണെന്ന് നോക്കുക. എങ്ങനെയായിരുന്നു നമ്മുടെ സ്വഭാവം? നമ്മൾ പൊട്ടിത്തെറിച്ചിരുന്നോ? നമ്മൾ പെട്ടെന്ന് ചൂടായിരുന്നോ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കിന് അതിങ്ങോട്ട് പിടിക്കാണ്ട് വരിക, നമ്മൾ വല്ലാണ്ട് അവരോട് ഷൗട്ട് ചെയ്യുക. കുഞ്ഞുമക്കളോട്, വീട്ടിനകത്തുള്ള കുട്ടികളോട് നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറുന്നത്? മക്കളും നമ്മളും ഒരേ രക്ഷിതാവിന്റെ അടിമകളാണ് അല്ലേ, അബുദാണല്ലേ നമ്മളും അവരും. പക്ഷെ നമ്മൾ അവരോട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യണം, മിണ്ടരുത്, നമ്മൾ ഉച്ചത്തിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ പെരുമാറ്റത്തില്, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനത്തില് ആരെങ്കിലും ഒരാളുടെ കുറ്റം പറയുമ്പോൾ നമ്മളത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ പറയും അവനെ പറ്റി ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെയാണെന്ന്. ഉള്ളത് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ആ സാന്നിധ്യത്തില് ഉള്ളത് പറയുകയാണെങ്കിൽ അത് പരദൂഷണമാണ്. അപ്പൊ ഇല്ലാത്തതാ പറയണ, ഇനിയിപ്പോ അയാളെ പറ്റി നമ്മൾ ഇല്ലാത്ത കാര്യ പറയുന്നെങ്കിലോ അപ്പൊ നമ്മൾ അയാളെ കുറിച്ച് കളവാണ് പറയുന്നത്. അപ്പൊ രണ്ടും നമുക്ക് പറയാൻ പാടില്ല. ഇനി നമ്മൾ പറയല് നിർത്തി, നമ്മൾ കേക്കല് നിർത്തിയോ? കേൾക്കാനും പാടില്ല. കേൾക്കുന്നതും പറയുന്നതും ഒരുപോലെ തെറ്റാണ്. അപ്പൊ നമ്മൾ കേൾക്കാനും പാടില്ല. അതേപോലെ നിസാരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ
വരുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മൾ ഇവിടെ വരുന്നതിനും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തുന്നതിനേക്കാൾ മുമ്പുള്ള നമ്മുടെ പെരുമാറ്റം എന്തായിരുന്നു, നമ്മുടെ സ്വഭാവം എന്തായിരുന്നു, നമ്മുടെ നിസ്കാരം ഏത് രീതിയിലായിരുന്നു, നമുക്കൊരു 50% എങ്കിലും നമസ്കാരം കിട്ടുന്നുണ്ടോ, നമുക്ക് നമസ്കാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിൽ തന്നെ റുജുവായിട്ടാണ് നമ്മൾ നമസ്കരിക്കുക. ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര വലിയ ദുആകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാത്തിഹയൊക്കെ നമ്മൾ റിസൈറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മറുപടി പറയുന്നുണ്ടെന്നാണ്. നമ്മൾ അതിന് കാത്തു നിൽക്കുന്നുണ്ടോ, നമ്മൾ ഓടി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ എന്താക്കണം, ഇതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ശുക്റുള്ളവനാണ്. അള്ളാഹുവെ, ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറയാം സുബ്ഹാൻ അല്ലാ റബ്ബെ, ഒരു ഇൽമിന്റെ മജ്ലിസിൽ നീ ഞങ്ങൾ എത്തിച്ചല്ലോ അല്ലാ. നിന്നെ കുറിച്ച് കേൾക്കുന്ന, നിന്നെ കുറിച്ച് പറയുന്ന, സദാസമയത്തും നിന്നെ ഓർക്കുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് റബ്ബെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെങ്കിലും ഞങ്ങൾക്ക് എത്താൻ പറ്റിയല്ലോ എന്നുള്ളതിലെങ്കിൽ നമുക്ക് ശുക്ർ ചെയ്യാൻ പറ്റും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മുടെ എന്തെങ്കിലും നന്മകൾ കൊണ്ടാണോ, നമ്മൾ എന്തെങ്കിലും നന്മകൾ ചെയ്തത് കൊണ്ടാണോ, ഇത് കിട്ടാത്തവർ ചെയ്തതിനേക്കാൾ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു? നമ്മൾ ഓരോ ഫർളും നമ്മൾ ഈ 2 പ്രാവശ്യം ചെയ്യുന്നുണ്ടോ, അതോ നമ്മൾ ഓരോ ഫർളും കറക്റ്റ് സമയത്ത് നമ്മൾ അത് നിർവഹിക്കുന്നുണ്ടോ, അതിൽ മുഴുവനായിട്ട് നമുക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുന്നുണ്ടോ, അള്ളാഹുവിനോടാണോ നമ്മൾ സംസാരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഓർത്തു നോക്കണം. കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തതുപോലെ, അതായത് പറയണ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ്. അതായത് എന്താണ്, നിനക്ക് പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു ചെറിയ പ്രയാസം ഉണ്ടാക്കാനല്ല, നിനക്കൊരു ചെറിയൊരു ഉപകാരം ചെയ്യാൻ എല്ലാ മനുഷ്യരും, സർവ്വ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ ആർക്കും നിനക്കൊന്നും ചെയ്തു തരാൻ പറ്റൂല. അതേപോലെ തന്നെ ഒരാൾ നിന്നെ ഉപദ്രവിക്കാൻ വരികയാണെങ്കിലോ, ആരൊക്കെ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ വിഷമം വരില്ലേ, ലോകത്ത് എത്ര എത്ര, അതായത് അന്ന് എന്താണ് ഇങ്ങനെ മുസ്ലിം ഉപദ്രവിക്കപ്പെടും എന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അത് നമ്മൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയണ്ട, അല്ല, ഒരിക്കലല്ല, നൊര വാരി പിടിച്ച പോലെ ആയിരിക്കും. എണ്ണം ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ ഒത്തൊരുമ ഉണ്ടാവൂല, ഈമാന്റെ കുറവ് ഭയങ്കരമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ നമ്മൾ എത്ര ആളുകളുണ്ട് അല്ലെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? പക്ഷെ നമ്മുടെ അടുത്ത് വജ്രായുധം പോലെ മൂർച്ചയുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. എന്താണത്? അള്ളാഹുവിനോടുള്ള ദുആ ആണല്ലേ. നമ്മളെ പോലെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ദുആ ചെയ്യാം, അള്ളാഹുവെ, അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എടുത്തു മാറ്റണേ റബ്ബേ, അവരുടെ ക്ഷമ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ, അവരോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗത്തിൽ ചേർക്കണേ അല്ലാ. കാരണം അവരിതെല്ലാം അനുഭവിച്ചിട്ടാണല്ലേ സ്വർഗം വാങ്ങുന്നത്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടാവായ അള്ളാഹുവിലുള്ള ഭയമാണ്. ദുനിയാവിലെ ഏത് കൂരിരുട്ടിലും ഞാൻ തനിച്ചല്ല, ഞാൻ എന്റെ റബ്ബിന്റെ നിരീക്ഷണത്തിലാണെന്നുള്ള ബോധം, അതാണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യല്ലേ, അള്ളാഹുവേ, ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ, തഖ്വയുള്ള മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ. നമ്മൾ ഇങ്ങനെ പറയില്ല, അതിൽ നമ്മൾ ചേർത്ത് പറയേണ്ട കാര്യമാണ്, ഇഹ്സാനുള്ള മുഹ്സിനീങ്ങളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാ. എന്താണ് മുഹ്സിനിന്റെ പ്രത്യേകത? എന്താണ്? ഞാൻ സദാ എന്റെ റബ്ബിന്റെ നിരീക്ഷണത്തിലാണെന്നുള്ള ബോധം അവനക്കുണ്ടാവും. അപ്പൊ എന്താണ് അവനക്ക്, അതായത് ആരും കാണാതെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കുട്ടിയോട് പറഞ്ഞപ്പോഴേ ആ കുട്ടി എന്ത് ചെയ്തെന്നറിയോ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്താ ചോദിച്ചപ്പോ പറഞ്ഞ, ആരും കാണാത്തൊരു സ്ഥലം എനിക്ക് ദുനിയാവിൽ കാണാൻ പറ്റിയില്ല, കാരണം എന്റെ റബ്ബ് കാണുന്നുണ്ടായിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? സൂറ റഹ്മാനിന്റെ 46-ാമത്തെ ആയത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുക, വലിമൻ ഖാഫ് മഖാമ റബ്ബിഹി ജന്നത്താൻ, തീർച്ചയായും രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അവിടെ സ്വർഗമുണ്ട് എന്ന്. അവിടെ ജന്നത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കെ രണ്ട് കാര്യങ്ങള് സൂറ റഹ്മാൻ എടുത്തിട്ട് പാരായണം ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിന്റെ ആ ഒരു തഫ്സീറും കൂടി വായിച്ച് മനസ്സിലാക്കണം. അപ്പൊ അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതില് സൂറ റഹ്മാനിൽ കുറച്ച് നരകശിക്ഷയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്?
സ്വർഗത്തിനെ കുറിച്ചും സ്വർഗീയ അനുഭൂതികളെ കുറിച്ചും സ്വർഗീയ സുഖസൗകര്യങ്ങളെ കുറിച്ചും അവിടുത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് വായിച്ചാലുണ്ടല്ലോ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അതിന്റെ തഫ്സീറിലേക്ക് ഇറങ്ങി ചെന്നാൽ നമ്മൾ വിശദമായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ ജീവിക്കാനുള്ള ആ ഒരു ഇഷ്ടം കുറയും. ആ ഹുബ്ബു ദുനിയ എന്നുള്ള സംഭവം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മാറിക്കിട്ടും. നിരന്തരം അത് വായിക്കുമ്പോൾ ഇന്നൊന്ന് വായിച്ചു നിർത്തി വെച്ചിട്ട് പിന്നെ മരണം വരെ വായിക്കാതിരിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം, കുറച്ച് പിന്നെ എല്ലാ ദിവസവും ഓരോ ദിവസവും വായിച്ചോ. പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, നമ്മൾ വായിക്കും തോറും നമുക്ക് അതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇന്ന് കിട്ടിയ ഒരു അർത്ഥാവില്ല നമുക്ക് നാളെ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുക. കാരണം നമ്മൾ അതിലേക്ക് മുഴുകുമ്പോൾ നാഫിയ ഇൽമ പ്രദാനം ചെയ്യണ അള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനെ കൈപ്പിടിച്ച് കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് സ്വർഗം നേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടെ എന്തുണ്ടെന്ന് പറഞ്ഞേ, അവിടെ സ്വർഗം ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. അള്ളാഹുവിനെ ഭയപ്പെട്ട് തീർച്ചയായിട്ടും രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അവിടെ സ്വർഗം ഉണ്ടെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ സ്വർഗം നേടാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ആ സ്വർഗം നേടാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നതാണ്. വിശ്വാസിക്ക് ഭയം മാത്രമല്ല ഉണ്ടാവുള്ളൂ, വിശ്വാസിക്ക് എന്റെ റബ്ബ് കാണുമെന്ന ഭയവും ഉണ്ടാവും, വലിയ പ്രതീക്ഷയും ഉണ്ടാവും. അള്ളാഹുവില് നല്ല പ്രതീക്ഷയും ഉണ്ടാവും. അതിങ്ങനെ രണ്ടും ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോവാൻ. അത് പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ്. ഒന്നൊടിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പക്ഷി പറക്കാൻ പറ്റൂലല്ലേ, കീഴ്പ്പെട്ട് കിട്ട് വന്നു വീഴും. അതേപോലെയാണ് നമ്മുടെ വിശ്വാസവും ഭയവും. നമ്മൾ ഒരേപോലെ പ്രതീക്ഷയും ഭയവും നമ്മൾ ഒരുപോലെ ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു ആണ്, അള്ളാഹു എന്നെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും, തീയിലിട്ട് ചുട്ടെടുക്കും എന്ന് പറയുന്ന പോലെ ആ ഭയമല്ല വേണ്ടത്. എന്റെ റബ്ബാണ് എന്നെ ഓരോ സെക്കൻഡിലും എന്നിലേക്ക് തിരിച്ചേൽപ്പിക്കാതെ എന്റെ എല്ലാ കാര്യങ്ങളും ഓരോ സെക്കൻഡിലും വിട്ടുവീഴ്ചയില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹു ആണ് എന്നുള്ള ആ ഒരു ഉറപ്പ്. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ആ അള്ളാഹുവിലാണ് നമ്മൾ എന്ത് വേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. അതിനാണ് നമുക്ക് പ്രതീക്ഷ വേണ്ടത്. എന്ത് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്നുള്ള പ്രതീക്ഷ, എന്റെ രക്ഷിതാവ് എന്നെ കൈവിടൂല എന്നുള്ള, എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും, എനിക്ക് മാപ്പ് തരും എന്നുള്ള പ്രതീക്ഷ എന്ന് കരുതിയിട്ട് പ്രതീക്ഷ ഓവറാവാൻ പറ്റുമോ? ഭയം തീരില്ല, പ്രതീക്ഷ അധികമാണ്. അപ്പോഴും എന്താണ്, ഈ ചിറകിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒരു ഭാഗത്തേക്ക് മാത്രം ചെരിഞ്ഞാൽ എന്താണ്, താഴെ വീണു പോവും. അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ എന്ത് ചെയ്യണം? ഈ വിശ്വാസവും നിർഭയത്വം തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. വിശ്വാസം എന്നതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദം തന്നെ എന്താണ്? ഈമാൻ എന്നാണ് അല്ലെ. ആ ഈമാൻ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഈമാൻ എന്ന പദം വരുന്നത് തന്നെ എവിടുന്നാണ്? അമ്നി എന്ന പദത്തിൽ നിന്നാണ്. അമ്നിന്റെ അർത്ഥം എന്താണ്? എന്താണ് അമ്നി എന്ന് പറഞ്ഞാല്? നിർഭയത്വം അല്ലെ. നിർഭയത്വത്തിൽ നിന്നാണ് ശരിക്കും എന്ത് വരുന്നത്? ഈമാൻ വരുന്നത്. അപ്പൊ ഇവർ തമ്മിൽ എന്തുണ്ട്? ഭയങ്കരമായിട്ട് കെട്ടുപണഞ്ഞു കിടക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്തുമാത്രം നിഅമത്തുകൾ എപ്പോഴും നമ്മൾ എന്ത് വേണം, എപ്പോഴും സദാസമയം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മൾ അല്ലാഹുവിൽ ഇങ്ങനെ ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇങ്ങനെ ജോലി എനിക്ക് ശുക്ർ ചെയ്യാനൊന്നും എനിക്ക് നേരില്ല, എനിക്ക് എന്തെല്ലാം വീട്ടിൽ എന്തെല്ലാം പണികളുണ്ട്. എന്താണ് ശുക്ർ ചെയ്യാ പറഞ്ഞാല്? നമ്മൾ ഒരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണോ? അല്ലെങ്കിൽ ഒരു വലിയൊരു മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണോ ശുക്ർ ചെയ്യാ പറഞ്ഞാല്? അല്ല. എന്താണ് അള്ളാഹുലുള്ള ശുക്ർ? എന്താണ് അള്ളാഹുലുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ? അൽഹംദുലില്ലാ, സർവസ്തുതി അള്ളാഹ്ക്കാണ്. ഓരോ സമയത്തും അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഒന്നിനെ കുറിച്ച് നമുക്ക് ഒരു ഭയം ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ സദാ ശുക്റുള്ളവരാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോ സമയത്ത് അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. റബ്ബേ, ഖുവത്ത് മുഴുവനും നിനക്കാണ് നാഥാ. അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് നമ്മൾ പറയണം, ഇല്ല റബ്ബേ, എനിക്കൊരു ഖുവത്തില്ല അല്ലാഹ്, നിനക്ക് മാത്രമാണ് ഖുവത്തുള്ളത്. അപ്പോ ഈ ഒരു സദാസമയം നമ്മൾ ഈ രീതിയിൽ ശുക്ർ ഉള്ളവനാണെങ്കിൽ എന്താണ്, നമുക്ക് പിന്നെ ഒന്നിനെ കുറിച്ച്, അപ്പൊ നമുക്ക് എത്ര അല്ലെ, എത്ര ശുക്ർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പറ്റും.
ഇന്ന് മുതൽ ഇങ്ങനെ ചെയ്യുന്നവരെന്നെ ആയിരിക്കും, പക്ഷെ ഇന്ന് മുതലെങ്കിലും എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കുക. ഒരു സുബ്ഹാനല്ലാഹ് കൂടി പറഞ്ഞാൽ മതിയായിരുന്നു റബ്ബേ, ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതിയായിരുന്നു അല്ലാ എന്ന് തോന്നുന്ന അതുപോലുള്ള സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ളതാണ്. അന്ന് നമ്മൾ ഖേദിക്കരുത്. തിരിച്ചു വന്നിട്ട് ചെയ്തിട്ട് പോവാൻ നമുക്ക് പറ്റൂല. സദാസമയം അള്ളാഹു തന്ന നിഅമത്തുകളിലെ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കേ. നമുക്ക് കാലുകളുണ്ട്, കൈകളുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്. ഭക്ഷണം കഴിച്ചാൽ ടേസ്റ്റ് അറിയുന്നുണ്ട്, കണ്ണുനീര് വരുന്നുണ്ട്, ചെവി കേൾക്കുന്നുണ്ട്, അല്ലേ? തലയുണ്ട്, മുടിയുണ്ട്, എല്ലാം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അക്കല്, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അല്ലേ? ചിന്തിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്, പഠിക്കാനുള്ള ഒരു മനസ്സ് തന്നിട്ടുണ്ട്, എല്ലാം മനസ്സിലാക്കി വെക്കാനുള്ള ഒരു ഹൃദയം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് പോരാ, അല്ലെ? സ്റ്റാർട്ടിങ്ങിൽ മാലിമ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലെന്താണ്? നമുക്ക് ഇല്ലാത്തത് ഓർത്തിട്ടുള്ള ദുഃഖങ്ങളാണ്. എപ്പോഴും നമ്മൾ ദീനിയായ കാര്യങ്ങളിൽ, ആത്മീയമായ കാര്യങ്ങളിൽ നമ്മളെക്കാളും കൂടുതൽ ഈമാനുള്ളവരെ നോക്കിയിട്ടാണ് നമ്മൾ അസൂയപ്പെടേണ്ടത്. ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് കുറയുമ്പോഴാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്. കാരണം അത്രയും കാര്യത്തിന്റെ ഉത്തരം അള്ളഹാനോട് പറഞ്ഞാൽ പോരെ? നാളെ അവിടെ ചെന്ന് ഉത്തരം പറയാൻ പറ്റാണ്ട് നിൽക്കണോ? നഖം കടിച്ച് തല കുനിച്ച് നിൽക്കണ ഒരു അവസ്ഥ വരരുത്. അള്ളാന്റെ മുന്നിൽ കിട്ടിയ നിഅമത്തുകൾ നമുക്കെന്താണ്? സമ്പത്തും സന്താനങ്ങളും നമുക്ക് ഒരു സെക്കൻഡിൽ അനുഗ്രഹമാണെങ്കിൽ മറു സെക്കൻഡിൽ അത് നമുക്ക് വലിയ പരീക്ഷണങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു സത്യവിശ്വാസിയുടെ ഒരു ദുആ എന്ന് പറഞ്ഞാല്, അള്ളാഹുവേ സമ്പത്തും ദാരിദ്ര്യവും നീ എനിക്ക് പരീക്ഷണമാക്കല്ലേ റബ്ബേ. സമ്പത്ത് തന്നും ദാരിദ്ര്യം തന്നും നീ എന്നെ പരീക്ഷിക്കല്ല അള്ളാഹ്. കാരണം അതാണ് ഏറ്റവും വലിയ പരീക്ഷണം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിങ്ങനെ നമ്മളോട് സദാസമയം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തിൽ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ കുറെ പിന്നെ വാഗ്ദാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ടല്ലേ. നാളെ നിനക്ക് സ്വർഗം തരാം, ജന്നാത്തുൽ ഫിർദൗസ് തരാം, ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തരികയും ചെയ്യും. അതിലേക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് നമ്മൾ പറയാണ്, അല്ലെ, ഞാൻ നിസ്കരിക്കുന്നു, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. സത്യം പറയണം, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണോ ശരിക്കും നിസ്കരിക്കുന്നത്? അള്ളാഹു നമുക്ക് സ്വർഗം തരാന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ? അല്ലെങ്കിൽ നമ്മൾ മാതാവിനെ സ്നേഹിക്കുന്നത്, നമ്മുടെ മാതാവിനോട് നമ്മൾ സ്നേഹം കാണിക്കുന്നത്, നമ്മൾ സ്നേഹം കാണിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നാളെ നിന്റെ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് നിന്റെ സ്വർഗമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു വീട്ടിലും ഇന്ന് നമുക്ക് മാതാപിതാക്കളെ കാണാൻ പറ്റൂലായിരുന്നു. ഒക്കെ അവർക്കായിട്ട് ഓൾഡ് ഏജ് ഹോം ഉണ്ടാക്കി അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടാവും. എത്ര ആളുകളുണ്ടല്ലേ? ഓരോ വഴിയോരത്തും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് സ്വന്തം മാതാപിതാക്കളെ നടതള്ളി വരുന്നവര് എത്ര പേരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയ നമ്മുടെ ആളുകളിൽ അത്രയും അത് കേൾക്കാറില്ല, അല്ലെ? കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ആ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് നിന്റെ സ്വർഗം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്താണ് അപ്പോഴും നമ്മൾ അവരെ നോക്കണം? എന്തിനാണ്? നമുക്ക് സ്വർഗം കിട്ടാനാണ്, അല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടിയാണോ? നമ്മൾ പറയുമ്പോ എന്താ പറയാ? ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി സക്കാ ചെയ്യുന്നു. അല്ല സഹോദരിമാരെ, ഒരിക്കലും അല്ല. നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നാളെ അവൻ വാഗ്ദാനം ചെയ്ത് ഇതൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്തോ, ഇതെല്ലാം നിങ്ങൾ ഇവിടെ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് എല്ലാം നമ്മളോട് സുഖവും സന്തോഷവുമായിട്ട് കഴിയാൻ പറയുന്നു. എന്നിട്ട് നമ്മൾ സുഖിച്ചതിന്റെയും സന്തോഷിച്ചതിന്റെയും പേരില് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ റബ്ബ് നമുക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കാരുണ്യവാനാണല്ലേ? എന്തുമാത്രം കരുണയാണല്ലേ ആ റബ്ബിന് നമ്മളോട്. ഈ ഭയവും വിശ്വാസം എന്ന് പറയുന്ന ഹൃദയവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഹൃദയത്തിൽ വേരൂന്നിയ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ആ നിർഭയത്വം ആസ്വദിക്കാൻ പറ്റുള്ളൂ. കേവലം നാവിൽ നമ്മൾ ഇങ്ങനെ വർത്താനം പറയുമ്പോഴുള്ള ഒരു വിശ്വാസത്തിന്റെ കാര്യം, അല്ലെങ്കിൽ ആ ഒരു ഈമാന്റെ കാര്യമല്ല പറയുന്നത്. ഹൃദയത്തിൽ വേരൂന്നിയ വിശ്വാസം. ഈമാന് ശക്തിപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ എന്ത് ചെയ്യും? ആ ഈമാൻ അനുസരിച്ചിട്ട് ജീവിക്കും. അതിലൂടെ അവൻ ഈമാനിന്റെ മാതിരി, അല്ലെങ്കിൽ ഹലാവത്തുൽ ഈമാൻ എന്നുള്ള ആ ഒരു സംഭവം ആസ്വദിക്കും. മധുരതരമായിട്ടുള്ള ഈമാൻ അവൻ ആസ്വദിക്കും. ആ മാധുര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുക അവൻ എന്ത് ചെയ്യും? അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കും. സുബ്ഹാനല്ലാഹ്. ക്ഷമിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ക്ലാസ് എടുക്കാൻ വരുന്നവരൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാല്
എന്ത് ചെയ്യുന്നത്? അല്പം അറിഞ്ഞ അല്പം കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഓടി വന്ന് പങ്കുവെക്കുന്നത്. മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്ന സന്ദർഭത്തിൽ എന്താ ഉണ്ടാവുക? ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. നമുക്ക് അങ്ങനത്തെ പ്രതിസന്ധികളില്ല. ശരിക്കും യഥാർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവിടെ ഇരുന്നോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരിങ്ങനെ അതെത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഓടി നടക്കും. അപ്പൊ എന്തുണ്ടാവും? അവരിലേക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വെളിച്ചവുമായിട്ട് വിശ്വാസികൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക? ആ സന്ദർഭത്തില് ഇരുട്ടിന്റെ അനുയായികള് ആ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കും. സൂറ സഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇരുട്ടിന്റെ അനുയായികൾ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി ളുലുമാത്തിൽ ജീവിക്കുന്നവര് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്നാണ്. വെളിച്ചവുമായിട്ട് വരുന്നവർക്ക് നേരെ എന്തുണ്ടാവും? വധഭീഷണി ഉണ്ടാവും, ദുരാരോപണങ്ങൾ ഉണ്ടാവും, ബഹിഷ്കരണങ്ങൾ ഉണ്ടാവും, ആക്രമണങ്ങൾ ഉണ്ടാവും. അതെല്ലാം അവര് നേരിടേണ്ടി വരും. എന്ന് കരുതിയിട്ട് അവരെ നമുക്ക് തളർത്താൻ പറ്റുമോ? എന്ന് കരുതി അവര് തളർന്നു പോവോ? ഒരിക്കലുമില്ല. അവരെന്ത് ചെയ്യും? അതിനെ അതിജയിക്കാനുള്ള കരുത്ത് അവരെങ്ങനെ നേടിയിട്ടുണ്ടാവും? അവര് വെട്ടിത്തിളങ്ങുന്ന ഈമാനിലൂടെ നേടിയെടുത്തിട്ടുണ്ടാവും. അവരുടെ കയ്യിലുള്ളത് എന്താണ്? ഈ കൊല്ലാൻ വരുന്നവരുടെ മുന്നിൽ, അതുപോലെ തന്നെ ഈ എന്താ പറയാ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ മുന്നിലും, ആക്രമിക്കുന്നവരുടെ മുന്നിലും, ബഹിഷ്കരിക്കുന്നവരുടെ മുന്നിലുമുള്ള അവരുടെ ഒരേ ഒരു വജ്രായുധം എന്ന് പറയുന്നത് എന്താണ്? ഈമാൻ എന്നുള്ളതാണ്, വിശ്വാസം എന്നുള്ള, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നുള്ളതാണ്. അപ്പോ നിർഭയത്വം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ്? നമുക്ക് ഭയം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഈമാൻ എന്ന വജ്രായുധം നമ്മളിങ്ങനെ എപ്പോഴും മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഈമാൻ എന്ന് പറയുന്നത് ഭൂമിയിൽ ആഴ്ന്നിറങ്ങിയ വേരുകളുള്ള ഒരു പടുകൂറ്റൻ വൃക്ഷത്തോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനെ ഉപമിച്ചത് തന്നെ. അതിനെ ഒരു കൊടുങ്കാറ്റിനും നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? അതിനെ തളർത്തിടാൻ കഴിയില്ല. എല്ലാ പ്രളയത്തിനും കൊടുങ്കാറ്റിനും ഒക്കെ അതെന്ത് ചെയ്യും? അത് അതിജയിക്കും. ഈമാൻ എന്ന ആയുധം എന്ത് പ്രശ്നം വന്നാലും അവനിങ്ങനെ എന്തായിരിക്കും? അവനിങ്ങനെ നെഞ്ചു വിടർത്തി നിൽക്കല്ലേ? മരിക്കുന്നതും സന്തോഷത്തോടു കൂടി മരിക്കുക. മരണമാണ് മുന്നിലുള്ള, മരിക്കുന്നതിലപ്പുറം എന്ത് സംഭവിക്കാനെന്ന്. അവൻ ശരിക്കും ഇപ്പൊ എന്റെ എന്താ പറയാ എന്നെ കൊന്നു കളഞ്ഞ് എന്റെ ഡെഡ് ബോഡി അല്ലെങ്കിൽ എന്റെ മയ്യത്ത് അവരിങ്ങനെ വികൃതമാക്കി, എന്നാൽ അവൻ അതിനെ വെറും ഒരു പ്ലാസ്റ്റിക് കവറായിട്ടാ കാണുന്നുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ റൂഹ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ റൂഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു കൊണ്ടുപോയാല് പിന്നെ നമ്മുടെ ശരീരം എന്നാണ്, ഭൗതിക ശരീരം എന്നാണ് അതിനെ പറയുന്ന പേര് തന്നെ. അതിനെ വെറും ഒരു കടയിൽ നിന്നൊക്കെ നമ്മൾ സാധനം കൊണ്ടുവരുന്ന ഒരു കവറുമായിട്ടാണ് അതിനെ ഉപമിക്കുന്നത്. കാരണം പിന്നെന്താണ്? പിന്നെ ആ കവർ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത് കൊണ്ടുപോകാൻ വരുന്ന ഹരിതകർമ്മ സേനക്കാർക്ക് അത് കൊടുക്കല് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സേനയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അവർക്ക് നമ്മൾ 50 രൂപയും കൊടുത്ത് ഈ കവർ കൊണ്ട് കൊടുത്ത് പറഞ്ഞേക്കും. കാരണം അത്രയും വേസ്റ്റ് ആണ് അത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ്? ഈമാനുള്ള ഒരാൾക്ക് കുത്തിക്കീറി മരിക്കാനും കൊല്ലാനും ഒന്നും എന്തുണ്ടാവില്ല. ആ ഒരു കൊല്ലുന്ന ആളുകളുടെ മുന്നിലേക്ക് നടന്നെടുക്കാനൊന്നും ഒരു പേടി ഉണ്ടാവില്ല. എന്താണ്? അവരുടെ അടുത്ത് എന്തുണ്ട്? ഈമാൻ എന്നുള്ള ആ ഒരു കരുത്തുറ്റ വജ്രായുധം അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ ഈമാനിന്റെ നമ്മുടെ റോൾ മോഡൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലെ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ക്വാളിറ്റികൾ പറയുന്നുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സ്വഹീഹുൽ ബുഖാരിയിൽ വരുന്ന ഹദീസാണ് കേട്ടോ. എന്താണ്? അഹ്സനന്നാസ് വ ഔജദന്നാസ് വ അഷ്ജഅന്നാസ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ഞങ്ങളിലെ ഏറ്റവും അഹ്സനന്നാസ്, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമ. അതോടൊപ്പം തന്നെ എന്താ പറഞ്ഞത്? വ അഷ്ജഅന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ഞങ്ങൾക്കിടയിൽ ഏറ്റവും ധൈര്യമുള്ള ആളെന്ന്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കിക്കേ. ഉമർ വരുന്നു എന്ന് പറയുമ്പോ ഇബ്ലീസ് പോലും ഓടിപ്പോകുന്ന കരുത്തനായ, ശക്തനായ, ധൈര്യശാലിയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട് അവിടെ അല്ലെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അതുപോലെ തന്നെ അസദുള്ള എന്നറിയപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്. സിംഹത്തിനെ വേട്ടയാടലായിരുന്നു അത്ര. പിന്നെ അത് ആരുടെ ഒരു ഹോബി, ഒരു വിനോദം എന്ന് പറയുന്നത് സിംഹത്തിനെ വേട്ടയാടി പിടിക്കുക. അള്ളാന്റെ സിംഹക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? ഹംസ റളിയല്ലാഹു അൻഹു.
സയ്യിദ് ഷുഹദ ആണ് അല്ലെ. എന്താണ് സയ്യിദ് ഷുഹദ പറഞ്ഞാൽ ഷുഹദാക്കളുടെ നേതാവാണ്. അപ്പം അവരൊക്കെ ഇരിക്കുന്നതിന്റെ ഇടക്ക് അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞങ്ങളിലെ ഏറ്റവും വലിയ ധൈര്യശാലി എന്ന്. ഒരിക്കല് മദീനയിൽ അവർ ജീവിക്കുന്ന സന്ദർഭത്തില് ഒരു വലിയൊരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. വലിയൊരു ശബ്ദം കേട്ടപ്പോ ഇവര് വിചാരിച്ചു മദീന, അവരെന്ത് ചെയ്തു, ശത്രുക്കൾ മദീന കീഴ്പ്പെടുത്തി എന്ന് അവർ കരുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വധിച്ചു കളഞ്ഞു എന്ന് അവർ പേടിച്ചു. ഒരു രാത്രിയിലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവര് തെരഞ്ഞു, ഒരുപാട് കുറെ കഴിഞ്ഞപ്പോണ്ട് തന്റെ ഒട്ടകപ്പുറത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഒരാളെ വിളിക്കാൻ പോലും കാത്തു നിൽക്കാതെ പ്രവാചകൻ അത്രയും ധൈര്യശാലിയായിരുന്നു. ഈ ധൈര്യമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അള്ളാഹുവിലുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിന്റെ പേരിലാണല്ലേ. കല്ലെറിഞ്ഞ് ത്വായിഫുകാര് കല്ലെറിഞ്ഞ് ഓടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അള്ളാഹു നീ ആരുടെ കൈകളിലേക്കാണ് എന്നെ കൊടുക്കുന്നത്? ഇതെല്ലാം അനുഭവിച്ചിട്ട് ശരീരത്തിന്റെ അവിടെ ഇവിടെയൊക്കെ മുറിവുകൾ ഏറ്റുവാങ്ങിയിട്ട് കണങ്കാലിൽ നിന്ന് രക്തം ധാരയായിട്ട് ഒഴുകിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവേ നീ എന്നെ വെറുക്കാതിരുന്നാ മതി റബ്ബേ, നിന്റെ കോപം എനിക്ക് കിട്ടാതിരുന്നാ മതി അല്ലാ, നീ എന്നെ കൈയൊഴിയാതിരുന്നാ മതി. ആര് കല്ലെറിഞ്ഞാലും ആരെന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ലേ റബ്ബേ, എനിക്കൊരു വിഷയമില്ല അല്ലാ, നീ ആരുടെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചാലും വേണ്ടില്ല അല്ലാ, നീ എന്നെ വെറുക്കാതിരുന്നാ മതി. ഈ രീതിയിലേക്ക് നമ്മുടെ ഈമാൻ മാറണം അല്ലെ. അങ്ങനെ മാറാൻ നമ്മൾ എന്താ ചെയ്യും? ഈമാനൊക്കെ നല്ല ഉയർത്തി കൊണ്ടുവരണം. നല്ല എന്താ പറയാ, നല്ല ഈമാനുള്ളവരാവണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് സാധിക്കുക? എങ്ങനെയാണ് ഈമാൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വലിയൊരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാനൊന്നും അല്ല ഉള്ളത്. നമുക്ക് ഈമാൻ കിട്ടാനുള്ളത് നമ്മൾ സ്ത്രീകളാണല്ലേ, സഹോദരിമാരാണല്ലേ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് കുട്ടികളെ തന്നിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ്. നമുക്ക് കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാം അള്ളാഹു തന്നിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്ടംപോലെ പ്രതിഫലവും വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ സന്താനങ്ങളെ വളർത്തിയാൽ, അവർക്ക് നമ്മൾ അള്ളാഹുവിനെ അറിയിച്ചു കൊടുത്താൽ, അവർക്ക് നമ്മൾ ഈമാന്റെ കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കാനുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ, പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ അവരെ ബന്ധപ്പെടുത്തിയാല്, മാതാപിതാക്കളെ നല്ല രീതിയിൽ നോക്കിയാല്, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താല്, രോഗിയായിരിക്കുന്ന സന്ദർഭത്തിൽ അവരെ നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ചാല്, സ്നേഹത്തോടെ നമ്മൾ അവരെ വിളിച്ചാല്, അവരെ നമ്മൾ തൊട്ട് തലോടിയാല്, നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇത്രയും ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ, എല്ലാരും ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ ചെയ്യുന്നുണ്ടായിരിക്കും, നീ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ, നമ്മുടെ വീട്ടില് ആ ഉമ്മയാവട്ടെ, ഭർത്താവിന്റെ ഉമ്മയാവട്ടെ, ചേർത്ത് പിടിക്കുക, തൊട്ട് തലോടുക, അവരുടെ കവിളിൽ തലോടുക, അവരുടെ കാല് പിടിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അവർക്ക് സുഖം കിട്ടുന്ന, അവരുടെ മനസ്സിനുണ്ട് അപ്പൊ ഒരു സുഖം കിട്ടാനായിട്ട്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ചെയ്തിട്ട് അള്ളാഹ് പറയുന്ന എന്താണ്? നിനക്ക് ഞാൻ സ്വർഗം തരാന്ന്. നീ അതൊക്കെ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് അവരോട് മിണ്ടാനേ നേരം ഉണ്ടാവൂല അല്ലെ. എന്തെങ്കിലും ഭക്ഷണം കണ്ട് കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ സംസാരിച്ച് 1 മണിക്കൂർ സമയമെങ്കിലും നമ്മൾ ഭർത്താവിന് വേണ്ടി സമയം ചെലവഴിച്ചാല് അല്ലെ, നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിന് പോലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നു. സുബ്ഹാനല്ലാഹ്. അവരെ സന്തോഷിപ്പിക്കുന്നതിന്, അവരുടെ വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന്, നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കി വെക്കുന്നതിന് അല്ലെ. വൃത്തി എന്ന് പറഞ്ഞ ഈമാന്റെ ലക്ഷണമാണ് അല്ലെ. വഴിയിലുള്ള തടസ്സം നീക്കുന്നതിന്, നമ്മൾ ഒരു നല്ല വലത് കൈകൊണ്ട് നമ്മൾ ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിന്, ബിസ്മി ചൊല്ലുന്നതിന്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ നമ്മുടെ വിശപ്പാണ് മാറുന്ന. പ്രതിഫലം ഞാൻ നിനക്ക് തരാന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലേ. അറിഞ്ഞോ നമ്മളത്? അറിയണ്ടേ നമുക്കത്? നമുക്കും വേണ്ടേ ഈമാൻ? നമ്മുടെ ഈമാനും വർദ്ധിക്കണ്ടേ? നമ്മുടെ ഈമാനും നല്ല മൂർച്ചയുള്ളതാവണ്ടേ? നമുക്ക് അള്ളാന്റെ മുന്നിൽ നമുക്ക് അഭിമാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി എന്റെ റബ്ബിന്റെ മുന്നിൽ നമുക്ക് ചെന്ന് നിൽക്കണ്ടേ? നമ്മൾ കേട്ടിട്ടുണ്ട് എത്ര കാരുണ്യവാനായ റബ്ബാണ് അല്ലെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ പഠിച്ചപ്പോഴും നമ്മൾ കണ്ടു അല്ലെ. ഒരാള് മഴക്ക് വേണ്ടി ദുആ ചെയ്തു, ഒരുപാട് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രത്യേകത കലീമുള്ളയാണ് അല്ലെ. അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ച പ്രവാചകനാണ്. ചോദിക്കാണ്, അള്ളാഹുവെ ഞാൻ എത്ര നേരമായി ദുആ ചെയ്യണ റബ്ബെ, എന്താ നീ മഴ തരാത്തെ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, മൂസ നിന്റെ കൂട്ടത്തിൽ ഒരു പാപിയായ മനുഷ്യണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പാപിയായ മനുഷ്യന്, നമ്മുടെ ഇതിൽ നോക്കിയാൽ ഒരു നല്ലവൻ ഉണ്ടെന്ന് പറയുമോന്ന്. അവ സുബ്ഹാനല്ലാഹ്. അവൻ പറയണ ഒരു പാപിയായ ഒരു മനുഷ്യനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മഴ പെയ്യിപ്പിക്കാത്തതെന്ന്.
അവനോട് പോവാൻ പറയാം, എന്നാലേ ഞാൻ മഴ പെയ്യിപ്പിക്കുള്ളൂ എന്ന്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, സ്ത്രീകൾ ഇതാ മരിച്ചു വീഴുന്നു, കുട്ടികൾ ഇതാ പാലില്ലാതെ മുലപ്പാല് കിട്ടാതെ കുഞ്ഞു മക്കളതാ മരിച്ചു വീഴുന്നു, മൃഗങ്ങൾ അതാ മരിച്ചു വീഴുന്നു. നിങ്ങൾ എന്ത് ചെയ്തില്ല? ഏതോ ഒരു പാപിയായ മനുഷ്യനുണ്ട്, ഒന്ന് പുറത്തു പോ, ഞാൻ അള്ളഹാനോട് പറഞ്ഞിട്ട് മഴ പെയ്യിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ സന്ദർഭത്തില് പാപിയായ മനുഷ്യൻ എന്താ ചെയ്ത? അള്ളാന്നൊരു വിളിയാണ്. സുബ്ഹാൻ അല്ലാ, അള്ളാന്നൊരു വിളി കേട്ട സന്ദർഭത്തില് അതാ പെയ്തു മഴ. അള്ളാഹുവേ, നീ എന്നെ മാനം കെടുത്തല്ലേ റബ്ബേ, എത്ര ആളുകളുടെ ഇടയിൽ ചിന്ന മാനം കെടുത്തല്ലേ അള്ളാ. അതാ പെയ്തു ഓരിച്ചെരിയുന്ന മഴ, എമ്മാതിരി മഴ. അപ്പൊ പറയാണ്, മഴയൊക്കെ തോർന്ന് ഭയങ്കരമായിട്ട് മഴ, ഇനി ആ മഴ നിൽക്കാൻ വേണ്ടി പറയാൻ തുടങ്ങി. അപ്പം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചോദിക്കാണ്, അള്ളാഹുവേ, നീയല്ലേ പറഞ്ഞത് ഒരു പാപി ഉണ്ടെന്ന്, എന്നിട്ട് അതിൽ നിന്ന് പാപി ഒന്നും ഇറങ്ങിപ്പോയില്ലല്ലോ, നല്ല മഴ പെയ്തല്ലോ റബ്ബേ. അപ്പൊ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതേ, എന്റെ അടിമ എന്നെ വിളിച്ചു, അവൻ അള്ളാന്ന് വിളിച്ചു, ഞാൻ അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന്. അപ്പൊ തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ, എനിക്കൊന്ന് കാണിച്ചു തരുമോ അവനെ, ഞാനൊന്ന് കാണട്ടെ, എനിക്കൊന്ന് കാണിച്ചു തരുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മൂസ, എന്നെ അനുസരിക്കാതെ പാപം ചെയ്ത് നടന്ന സന്ദർഭത്തില് ഞാൻ അവൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല, എന്നിട്ടാണോ എന്നിലേക്ക് തിരിഞ്ഞ എന്റെ അടിമയെ? സുബ്ഹാനല്ലാ, ഇത്ര കാരുണ്യവാനാണല്ലേ നമ്മുടെ റബ്ബ്. നമുക്ക് തിരിച്ചറിയണ്ടേ, നമ്മൾ അറിയണ്ടേ ആ റബ്ബിനെ. ഭയമില്ലാണ്ട് ജീവിക്കാൻ നമുക്ക് അവസരം തന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചറിയണ്ടേ. ഇൻഷാ അല്ലാ നമ്മുടെ പരിശ്രമം അതിനു വേണ്ടിയാവണം. ഇവിടെ നമ്മൾ അധിക സമയമില്ല, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോവാനായിട്ട്. നമ്മൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ മനസ്സിലാക്കാനും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ നിർത്തുകയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.